ഹലോ കൂട്ടുകാരെ, അങ്ങനെ എന്നത്തെയും പോലെ ഇന്നും രാവിലെ എഴുന്നേറ്റ് കുക്കിങ്ങിലോട്ട് കടന്നിരിക്കുകയാണ്. ചോറ് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അവിയൽ, രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറും പപ്പടവും അവിയലും എടുത്ത്. മീൻ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. വൈകുന്നേരം ഒരു ചായയും കുടിച്ച്. കേക്ക് അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്ത് പോയത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനേ ഭയങ്കര സുന്ദരി ആയതുകൊണ്ട് ഞാൻ മുഖത്ത് വേറൊന്നും ചെയ്യില്ല കേട്ടോ. ത്രെഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലെമൺ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ. കാര്യം വേറെങ്ങും കറങ്ങി നടന്ന കയ്യിലിരുന്ന കാശ് പോകുമെന്ന് എനിക്കറിയാം. അത് കാരണം ഞാൻ പിന്നെ നേരെ ജ്യൂസും കുടിച്ച് വീട്ടിൽ പോയി. പിന്നെ ദാണ്ടെ ഇങ്ങനെ വെളിയിൽ മഴ വരുന്നോന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. മഴ വരുന്നുണ്ട്. ഞാൻ കണ്ടത് പേടിച്ചോടുന്നു. വാസ്യത്തിൻ്റെ ഒരരി കൊണ്ട് ഇട്ടതാട്ടോ. പക്ഷെ ഇവിടെ നിറയെ അങ്ങ് പിടിച്ച് നിൽക്കുക. അപ്പം പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല റെഡ് കളറിലെ പൂവാണ്. അധികം ആയുസില്ലാത്ത ചെടിയാണെങ്കിലും നല്ല രസമല്ലേ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. മുറ്റം നിറയെ പോച്ച കയറും കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ താണ്ട് ഇതേപോലെ കുറേ പൂക്കളും തുളസിയും. ഇനി ഞാനൊരു തെറ്റി കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വർഷങ്ങളായിട്ടേ എൻ്റെ വീട്ടിലുള്ളൊരു തെറ്റി കേട്ടോ. കണ്ട ഇത് നിറയെ ഇത് സത്യത്തിൽ ഇത് പോയെന്ന് വിചാരിച്ചതാണ്. ഇടയ്ക്ക് വെച്ച് ഇതങ്ങ് നാശമായിപ്പോയായിരുന്നു, ഇല പോലും ഇല്ലാതെ. പക്ഷെ അത് അവിടെ നിന്ന് വെട്ടി മാറ്റി ഇവിടെ കൊണ്ട് നിർത്തി. കുറേ നാൾ കരിഞ്ഞു പോകുമെന്നും പറഞ്ഞ് നിർത്തിയിരുന്നേ. പക്ഷേ ഇപ്പം നിറയെ പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. തെറ്റിപ്പൂ നല്ല കളറല്ലേ, ഒരു വെറൈറ്റി കളറ്. തെറ്റി നല്ല ഭംഗിയില്ലേ, ഒരു കുട പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ. അങ്ങനെ എൻ്റെ മകൻ ട്യൂഷന് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. റെഡിയായി നിൽക്കുവാണ്. ഇനി അവൻ്റെ അച്ഛൻ അവനെ കൊണ്ടാക്കും. അപ്പോൾ സാധാരണ എനിക്കങ്ങനെ ടാറ്റ കാണിപ്പൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പം എന്താണെന്നറിയാമേ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതോട് അത് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എന്തായാലും കിട്ടിയത് മേടിച്ച് വെക്കാമല്ലേ. മോൻ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുക്കിങ്ങിലോട്ട് പോകട്ടോ. രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള കുക്കിങ്ങിലാണ് അടുത്ത പരിപാടി. ഇത് തേങ്ങയും പഞ്ചസാരയാണ് കേട്ടോ. രണ്ടും കൂടെ ഇളക്കി വെച്ചിട്ടുണ്ട്. എനിക്കിന്നത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടി വിയുടെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ന്യൂസ് വെച്ചിരിക്കണം. ആട്ടാമാവ് വെച്ചുണ്ടാക്കുന്ന ആട്ടാമാവ്. എനിക്ക് ഈ അരിമാവിനേക്കാൾ ഇഷ്ടം ആട്ടാമാവ്. ഇതിന് ഉപ്പും മുളകിയിട്ട് നല്ല ഇളക്കി എടുക്കാം. വെള്ളം എടുക്കണം, മാവ് കുഴച്ചെടുക്കാം. ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കുന്ന എല്ലാവരും വീട്ടിലുള്ള സാധനമാണ്. പിന്നെ ഞാൻ വെറുതെ വിചാരിച്ചു ഈവനിങ് ഫുഡല്ല, നൈറ്റ് ഫുഡ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് ഓരോ ഐറ്റം. വെള്ളം തിളച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവട്ടെ അല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് ദോശ ഉണ്ടാക്കാം. രാത്രിക്ക് ദോശ. അതവിടെ വേകുന്നു, ദോശ ഇവിടെ വേകുന്നു. ഇതാണ് നമ്മുടെ ദോശ. 2 പേർക്ക് മാത്രം മതി കേട്ടോ ദോശ. നമുക്കൊക്കെ കഴിക്കാൻ ഫുഡൊന്നും. അച്ഛനും അമ്മയ്ക്കും ദോശ. കറി സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയുടെയൊക്കെ റെഡിയായി. ഞാനെന്നാൽ പോയി കഴിക്കട്ടെ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.